എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആനുകാലിക പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. ദൈനംദിന ജീവിതത്തിൽ സാധാരണ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒന്നാണ് സദ്യ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പതിയുന്നത് ഒരു തൂശനില നിറച്ച് വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ആഹാരമായിരിക്കും. എന്നാൽ നിഘണ്ടുക്കളിലൊന്നും ശബ്ദതാരാവലിയിലും ഇങ്ങനെ ഒരു സൂചനയോ ഇങ്ങനെ ഒരു അർത്ഥസൂചനയോ നിർവചനമോ അതിനെപ്പറ്റി കാണുന്നില്ല. ശബ്ദതാരാവലിയിൽ പറയുന്നത് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണം എന്നാണ്. അങ്ങനെ പറയുമ്പോൾ വ്യക്തമായ ഒരു ഉത്തരമല്ല അതിൽ നിന്ന് ലഭിക്കുന്നത്. പല നിഘണ്ടുക്കളിൽ നോക്കി എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് സദ്യ എന്ന് പറയില്ല. വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ പറയും. അപ്പോൾ അതിന് കാരണമുണ്ട്. അന്ന് വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരമായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇല നിറച്ച് വിഭവങ്ങളുണ്ടാവും. ഇനി മറ്റൊന്ന് നോക്കാം. എല്ലാവരും കൂടി കഞ്ഞിയും പയറും കഴിക്കുകയാണെങ്കിൽ അതിന് സദ്യ എന്നാരും പറയില്ല. അത് സദ്യയുടെ ഇതിൽപ്പെടില്ല. പോട്ടെ, ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചാൽ അത് സദ്യ ആവില്ല. പിന്നെ എങ്ങനെ ഇത് വന്നു എന്നാണ് മനസ്സിലാകാത്തത്. എന്നാൽ നമുക്കിത് ഈ സദ്യയിൽ നിന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതിൻ്റെ വിഭവങ്ങളെ വച്ച് തന്നെ നമുക്ക് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാം. അതായത് വിശിഷ്ട ഭോജ്യങ്ങൾ എന്ന് നമുക്കതിന് കൊടുക്കാം. സാധാരണ നമ്മൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ വിശിഷ്ട ഭോജ്യങ്ങളാണ്. ഇനി ഒരു സാമ്പാർ, രസം, മോര്, പപ്പടം, ഉപ്പിലിട്ട്, തോരൻ, കൂട്ട്, ഇതെല്ലാം കൂടി ഇലയിൽ കഴിച്ചാൽ അതും സദ്യ എന്ന് പറയാം. സാധാരണ ഒരു ഹോട്ടൽ ഷാപ്പ് പറഞ്ഞപ്പോഴുള്ളൂ. ഹോട്ടലിൽ ലഭിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ എന്തായെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ വീട്ടിൽ വയ്ക്കാത്ത അപൂർവം ചില സാധനങ്ങൾ. സദ്യയുടെ ഐറ്റംസ് മെയിനായിട്ട് ഇതാണ്: കാളൻ, ഓലൻ, എരിശ്ശേരി, പ്രഥമൻ. ഈ 4 ഐറ്റം വന്നാൽ സദ്യയായി എന്നാണ് പറയുന്നത്. കാളൻ, ഓലൻ, എരിശ്ശേരി, പ്രഥമൻ, ഇതാണ് സദ്യയുടെ അടിസ്ഥാനമായിട്ടുള്ള വിഭവങ്ങൾ. അപ്പോൾ കാളൻ എന്ന് പറഞ്ഞാൽ 2 വിധത്തിലെടുക്കും. കുറച്ച് ലൂസായിട്ട് കൂട്ടിവിടാനെടുക്കും, കട്ടിയായിട്ടെടുക്കും. അപ്പോൾ പ്രാചീന കാലത്തൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ കാലത്തൊക്കെ ഈ മോരൊഴിച്ച് കൂട്ടാൻ, മോര് കറി, രസകാളൻ, പുളിശ്ശേരി എന്നൊക്കെ പറയും. അതൊക്കെ കൂട്ടിയിട്ടാണ് മലയാളിയുടെ ഭക്ഷണം. പിന്നെ ഉള്ളത് സാധാരണ ഉള്ളത് പുളിങ്കറി, മുളകോഷ്യം, ഇതൊക്കെയാണ്. പിന്നെ സാമ്പാർ അതിന് ശേഷം നമ്മുടെ കേരളത്തിലേക്ക്, മലയാളക്കരയിലേക്ക് വന്നതാണ്. അത് മറുനാട്ടിൽ നിന്ന് വന്നതാണ്. തമിഴകത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് സാമ്പാർ. നമ്മുടെ കേരളീയരുടെ ജീവിത രീതിയിലും ഭാഷയും ഞാൻ പറഞ്ഞു, എല്ലാത്തിലും തമിഴകവുമായിട്ടാണ് നമുക്ക് ബന്ധം കാണുന്നത്. അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ കിടക്കുന്നത്. സാമ്പാർ അങ്ങനെ വന്നതാണ്. ഈ സാമ്പാറിനെ പറ്റി ഇത് പറയുമ്പോൾ ഞാൻ രസകരമായൊരു കഥയുണ്ടായി, ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് വള്ളത്തോൾ നാരായണ മേനോൻ സാധാരണ അദ്ദേഹം എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ, എടപ്പള്ളി ആ ഭാഗത്ത് എറണാകുളത്തോ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എടപ്പള്ളി കരുണാകരമേനൻ്റെ അടുക്ക പോകും. അദ്ദേഹമായിട്ട് നല്ല ബന്ധമായിരുന്നു. അവിടെ പോയാൽ രാത്രി അവിടെ തങ്ങുള്ളൂ. അന്ന് വാഹനങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. വന്ന് അവിടെ രാത്രി തങ്ങി രാവിലെ പോരും. അപ്പോൾ അദ്ദേഹത്തിന് നിത്യവും കഞ്ഞിയും പയറുമാണ് രാത്രി. അത് കരുണാകരമേനോൻ വാങ്ങിച്ച് ശരിയാക്കി വയ്ക്കുക. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ പയറുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ആ വിഷമായി. വേഗം വാങ്ങിക്കാൻ നോക്കി. അന്ന് കാലത്തുള്ള കടകളൊക്കെ സന്ധ്യ കഴിഞ്ഞൊക്കെ അടച്ചു പൂട്ടും. പെട്ടെന്നാണ്
ഇദ്ദേഹത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ധർമ്മസങ്കടത്തിൽ എന്നാ വേണ്ടഞ്ഞിപ്പോൾ വയറില്ല, എന്താ ഉള്ളതെന്ന് വെച്ചാൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പാറുണ്ടായിരുന്നു. സാമ്പാറും അദ്ദേഹം കഞ്ഞി തന്നെ മതി എന്ന് നിർബന്ധം പറഞ്ഞു. എനിക്ക് കഞ്ഞി തന്നെ മതി. എന്നാൽ ശരി, സാമ്പാറും കഞ്ഞിനാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ. മലയാളി പെണ്ണിന് പാണ്ടിക്കാരൻ വരൻ എന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു. അതായത് മലയാളി പെണ്ണ് കഞ്ഞി, പാണ്ടിക്കാരൻ വരൻ എന്ന് പറഞ്ഞ് സാമ്പാർ. അത് ഞാൻ രസകരമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് പറയണം. അപ്പോൾ അതുപോലെ അത് വന്നാണ്. അതുപോലെ തന്നെ പിന്നെ കുറേ ഐറ്റംസ് നമ്മുടെ സദ്യയിൽ വന്നിട്ടുണ്ട്. കിച്ചടി, പച്ചടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓരോ കാലഘട്ടത്തിൽ കൂട്ടി വരുന്നതാണ്. അപ്പോൾ ഈ 4 ഐറ്റവും കിച്ചടിയും പച്ചടിയും സാമ്പാറും ആണ് നമ്മുടെ മെയിനായിട്ട് പ്രാചീനമായിട്ട് സദ്യയിൽ. അവിയലും അതിന് ശേഷം വന്നതാണ്. ഈ അവിയൽ എങ്ങനെ വന്നു എന്ന് പല വിധത്തിലും പറയുന്നത്. നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മുറജപത്തിന് വന്നപ്പോൾ ഒരു ദിവസം സാധനങ്ങൾ തികഞ്ഞില്ല. അപ്പോൾ എല്ലാ കഷ്ണം കൂടെ കൊത്തിയരിഞ്ഞ് രാമയ്യൻ തളവ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞു. നാളികേര കുത്തിച്ചേച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. വേറെ വിധത്തിലും പറയുന്നുണ്ട്. അതിൻ്റെ വ്യക്തത ഒന്നിലും കാണുന്നില്ല. ഏതായാലും അത് വളരെ കാലം മുമ്പ് അങ്ങനെ ഇല്ല. അതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ ഇതാണ്. ഇപ്പോൾ കിച്ചടി നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിൽ വയ്ക്കുന്നതല്ല, പച്ചടി വയ്ക്കുന്നതല്ല, കാളൻ മോരൂറ്റാൻ വയ്യ, കാളൻ കുറുക്കാളൻ, എരിശ്ശേരി അല്ല എപ്പോഴും ഉണ്ടായിരുന്നു വരില്ല. ഇതിലേതെങ്കിലും ഐറ്റം ഉണ്ടാകുന്ന വരും കേട്ടോ. എല്ലാം കൂടി ഒത്തൊരുമിച്ച് സാധാരണ നമ്മൾ വീട്ടിലങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഓലൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോഴാണ് ഒരു സദ്യയുടേതായ വട്ടം വരുള്ളൂ. അതിൻ്റെ മെയിൻ സാധനമാണ് പ്രഥമൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാളൻ, ഓലൻ, എരിശ്ശേരി, പ്രഥമൻ. ഈ 4 എണ്ണം ആയി എന്നാണ് പൂർവികർ പറയുന്നത്. പിന്നെ അതിനിടയ്ക്കൂടി ഒന്നും കൂടി ചേർക്കും ഇഞ്ചിത്തൈര്. ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞാൽ മോരിനകത്ത് ഇഞ്ചിൻ പച്ചമുളക് ഗുരുന്ന് അരിഞ്ഞിട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുക. അതിന് വേറൊരു കഥ ഉണ്ടാകും. ഞാനിപ്പോൾ പിന്നീടൊരു സന്ദർഭത്തിൽ പറയാം. അത് 1008 കറി എന്ന് പറയും. അതുണ്ടാവാൻ കാരണം ഒക്കെ അതിത്തിരി നീണ്ട കഥയായതുകൊണ്ട് ഞാൻ പിന്നീട് ഏതെങ്കിലും ഒരു എപ്പിസോഡ് വരുമ്പോൾ ഞാനത് പറഞ്ഞ് എടുക്കാം. അങ്ങനെയാണ് ഇഞ്ചിത്തൈരുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്നാലാണ് ഒരു സദ്യയുടെ ഇതാവുള്ളൂ. പ്രഥമൻ എന്നാണ് പറയുന്നത്. അതായത് സദ്യയുടെ ഏറ്റവും ഒന്നാമനാണ് പായസം. പായസം നമ്മൾ നിത്യം കഴിക്കാറില്ലല്ലോ. നിത്യം ഊണ് കഴിക്കുമ്പോൾ പായസം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും വീട്ടിൽ ആരെങ്കിലും പിറന്നാളോ അതല്ലെങ്കിൽ വല്ല വിശേഷങ്ങളോ ഓണം അങ്ങനെയുള്ള എന്തെങ്കിലും വിശേഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പായസം വയ്ക്കുള്ളൂ. അല്ലാതെ നമ്മൾ എത്തുന്ന ദിവസവും പായസം അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ പായസങ്ങൾ വയ്ക്കും. അപ്പോൾ പായസം നമ്മുടെ ഒരു വിശിഷ്ട ഭോജ്യം ആയിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ ഈ കാളൻ, ഓലൻ, എരിശ്ശേരി ഇതെല്ലാം കൂടെ ഒത്തുചേരുന്നതും അപൂർവമായിരിക്കും. ഇപ്പോൾ ഒരു സാമ്പാറോ അല്ലെങ്കിൽ ഒരു പുളിങ്കറിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടുകറിയോ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം ആദ്യകാലത്തൊക്കെ ഒരു അസാധാരണമായ ഇതായിരുന്നു. ഇങ്ങനെ സദ്യയോ വിശേഷ ദിവസങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അന്ന് കാലത്തൊക്കെ പപ്പടം ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ പപ്പടമൊക്കെ നിത്യഭക്ഷണങ്ങളായി തീർന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്നാലാണ്, അതും ഇലയ്ക്കകത്ത് ഇല വന്നാലാണ് അതിൻ്റേതായൊരു പ്രൗഢി കിട്ടുള്ളൂ. അതും അസാധാരണ. നമ്മൾ നിത്യം ഇലയിലൊന്നുമല്ല കഴിക്കുന്നത്, ഒക്കെ പ്ലേറ്റുകൾ. അപ്പോൾ ഇതൊക്കെ കൂടെ ഒത്തുചേരുമ്പോഴാണ് ഈ സദ്യയുടെ ഇതുണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഒരുപാടുണ്ട്. പഞ്ചസാര, ഉപ്പ്, പഞ്ചസാരയൊക്കെ പണ്ട് കാലത്ത് സദ്യക്ക് വിളമ്പിയിരുന്നു. അങ്ങനെ പിന്നെ ഇത് കായ വറുത്ത്, ചക്ക വറുത്ത് അങ്ങനെ ഉണ്ടാവും, ചേന വറുത്തത്. പിന്നെ ഇതിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്. എല്ലാ ഔഷധക്കൂട്ടുകളും ഈ ഭക്ഷണത്തിനകത്ത് ഉണ്ട്. അതേപോലെ തന്നെ എരിവ്, ഉപ്പ്, പുളി, മധുരം, ഇത് 4ഉം ഇടകലർന്നാണ് ഈ സദ്യയുടേത്. പുളിപ്പ്, എരിവ്, നമ്മൾ ഓരോന്നും നമുക്ക് നോക്കിയെടുത്ത് ഞാൻ ഇനി ഒന്നും കൂടി വിസ്തരിച്ച് പറയുന്നില്ല. എല്ലാ ഐറ്റവും 4ഉം ഉണ്ടാവും. ഇനിയും എല്ലാത്തിലും ഔഷധ ഗുണങ്ങളുണ്ട്. കുരുമുളക്, ജീരകം, ഉലുവ, കായം, മഞ്ഞൾ,
അങ്ങനെ എന്ന് വേണ്ട, ഒരുപാട് ഔഷധ സാധനങ്ങളാണ്. നമ്മൾ കടുക്, ഇതൊക്കെ നമ്മൾ ഔഷധങ്ങളാണ്. ഇതെല്ലാം കൂടി നമ്മുടെ ഈ എല്ലാ ഭക്ഷണത്തിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ സദ്യ എന്ന് പറയുന്നത്. ഇനി വേറൊന്ന് നോക്കാം. ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണം ആവണമെന്നില്ല. ഇപ്പോൾ മത്സ്യമാംസങ്ങൾ, നോൺ വെജിറ്റേറിയൻ, അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി നമുക്കുണ്ടാക്കാം. ഇപ്പോൾ തന്നെ ഒരുപാട് ഇത് നമ്മൾ കാണുന്നുണ്ട് ഹോട്ടലുകളിലൊക്കെ, ആ ചിക്കൻ ഈ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ മറ്റുള്ള കറികൾ, മത്സ്യങ്ങൾ തന്നെ പലത്. അപ്പം അങ്ങനെ വരുമ്പോഴും അതൊരു സദ്യയുടെ അത് തന്നെ. അതായത് വിശിഷ്ടമായ ഭോജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാവും, അല്ലെങ്കിൽ മീൻ അച്ചാറുണ്ടാവും, മത്സ്യം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോഴി പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരട്ടിയതുണ്ടാവും. അങ്ങനെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങളും ഇടകലർന്ന് വരുമ്പോൾ അത് ഒരു സദ്യ തീർന്നു. നേരെ മറിച്ച് ഒരു മീൻ കറിയും ഒരു മീൻ വറുത്തതും ചോറും ആണെങ്കിൽ അതിന് സദ്യ എന്ന് പറയില്ല, അത് നല്ല ശാപ്പാട് എന്നേ പറയുള്ളൂ. സദ്യ എന്ന് പറയണമെങ്കിൽ ഇല നിറച്ച് ഈ പറയുന്ന ഐറ്റംസ്. അപ്പോൾ ഒന്ന് ചോദിക്കാം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം സാധനങ്ങളൊക്കെ ആൾക്കാർ കഴിക്കുമെന്ന്. ആൾക്കാർ കഴിക്കുമല്ലോ എന്ന് നോക്കിയിട്ടല്ല, അതൊരു പ്രൗഢിയാണ് എന്ന് തന്നെയല്ല. ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞാൽ അതൊരു ഊർജ്ജമാണ് ഈ ഭക്ഷണ സാധനങ്ങൾ. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഈ പ്രകൃതി കാണുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് ഊർജ്ജം വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഐറ്റത്തിൽ നിന്നും ഓരോ വിധത്തിലുള്ള ഊർജ്ജങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മൾ കഴിച്ചോ ഇല്ലയോ ഒന്ന് തൊട്ട് നക്കെങ്കിലും നമ്മൾ ചെയ്യും. അത് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ആരും ഈ പായസം ഒന്നും അങ്ങനെ കഴിക്കാറില്ല. ഒന്നും കറികളില്ല. അതുകൊണ്ട് വിളമ്പത്തിൽ ചോറും സാമ്പാറും ഒഴിച്ച് ഊണ് കഴിഞ്ഞ് അരമടക്കി എഴുന്നേറ്റു. അതായത് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ഓരോന്നിനും ഓരോ ഇതൊക്കെ ഉണ്ട്, രീതികളും വിധികളും ഉണ്ട്. എന്നാൽ ആ വിധികൾ ആരും നോക്കാറില്ല. അത് ആദ്യം നെയ്യും പരിപ്പും പപ്പടവും കൂട്ടി കുറച്ച് കഴിക്കും, പിന്നെ സാമ്പാർ കൂട്ടി കുറച്ച് കഴിക്കും, പിന്നെ കാളം കൂട്ടി കുറച്ച് കഴിക്കും. അതായത് കുറച്ച് ചോറേ ഉണ്ടാവുള്ളൂ, തിരിച്ച് എടുത്ത് കഴിക്കും. പിന്നെ അതിൻ്റെ മീതൊരു പപ്പടം പൊടിച്ചിട്ട് രസവും പപ്പടവും കൂടെ കൂട്ടി കഴിക്കും. ഇത് കഴിഞ്ഞാലാണ് പ്രഥമൻ തന്നെ. അതായത് പ്രഥമൻ ആദ്യം വേണ്ട പ്രഥമൻ ഒന്നാം സ്ഥാനം അത് ഒടുക്കാണ് വരുന്നത്. ഇപ്പോൾ 2 പ്രഥമനുണ്ട്. അതായത് വെല്ലമുണ്ട്, പാലട പായസമുണ്ട്. പണ്ട് കാലത്തൊന്നും പാലട ഇല്ലായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഇവിടെ വന്നു ചേർന്നാണ് ഈ പാലടയൊക്കെ. ഈ ഡയറികൾ ധാരാളം വരെയും മറ്റേ പാക്കറ്റ് പാലുകളൊക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഈ പാലട. ഇപ്പോൾ എല്ലായിടത്തും പാലട എളുപ്പം കഴിയുകയും ചെയ്യും. മറ്റു അങ്ങനെയല്ല, ഒരു വലിയ പ്രൗഢിയായിട്ടുള്ള സദ്യയിൽ 4 പ്രഥമനൊക്കെ ഉണ്ടാവും. അത് 4ഉം വെല്ലപ്പായസം തന്നെയായിരിക്കും, വെല്ലമായിരിക്കും. അതായത് അട തന്നെ വേറെ വെല്ലോട്ട്, പിന്നെ പഴം, പിന്നെ അതിനിടയ്ക്ക് പരിപ്പ്, അങ്ങനെ പിന്നെ ഗോതമ്പ്, അങ്ങനെ പല വിധത്തിൽ ആയിരിക്കും. മാംസങ്ങൾ തന്നെ മുട്ട, അങ്ങനെ മാംസങ്ങൾ കൊണ്ട് പല വിധത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു സദ്യയുടെ വട്ടാണ്. അത് എല്ലാവരും കൂടി ഇരുന്ന് ഇലയിട്ട് കഴിക്കുമ്പോൾ അത് കല്യാണം കടി. ഇപ്പം അതും പോയിട്ട് എല്ലാം ഒരേ ഇതിൽ ഒതുക്കാനാണ് നോക്കുന്നത്. ബിരിയാണി, ആദ്യകാലത്ത് ബിരിയാണി നമ്മുടെ ഇതിൽ ഒരു വിശിഷ്ട ഭോജ്യമായിരുന്നു. കാരണം അത് മുസ്ലിംസിൻ്റെ പെരുന്നാളിനോ അവരുടെ കല്യാണങ്ങൾക്കോ മാത്രമല്ല, ഹോട്ടലിൽ പോലും അന്ന് ഈ സാധനം കിട്ടിയിരുന്നില്ല. ഇന്നത് സർവ്വസാധാരണമായി. ഇതെല്ലാത്തിനും അത് ബിരിയാണിയാണ്. എളുപ്പം കഴിഞ്ഞു. കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും എല്ലാവരും വിളമ്പേണ്ട കാര്യമില്ല, കൊണ്ടുവന്ന് കഴിച്ചു, ഇത് കൈ കഴുകി പോവാം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയ ഇതുണ്ടെങ്കിലും റിസപ്ഷൻ ഉണ്ടെങ്കിലും എല്ലാത്തിനും ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ മാത്രമായി. അപ്പോൾ അത് കോമൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നിത്യം കഴിക്കണം, അതിനൊരു പ്രാധാന്യം ഇല്ലാണ്ടായി. അതേപോലെ ചിക്കനും ഇന്നിപ്പോൾ ആർക്കും ഇതൊരു പുതുമയല്ല, നിത്യമുണ്ട്. ഇപ്പോൾ ആരോടും ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് അതായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ അതായിരുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം അതാണ്. അതേപോലെ മുട്ടൻ ഇതൊക്കെ നിത്യം ഭക്ഷണം. മത്സ്യം അതെ, ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും നോൺ കഴിക്കണവരെ കേട്ടോ മത്സ്യം മാംസങ്ങൾ ഏതെങ്കിലും ഉണ്ടാവാണ്ടിരിക്കില്ല. എന്നാൽ അതിൽ തന്നെ വെറൈറ്റികൾ കൂട്ടിക്കഴിഞ്ഞാൽ അതും ഒരു സദ്യയുടെ മട്ടായി. ഇനിയിപ്പോൾ മറ്റേ വിധത്തിൽ ആക്കാം, ബിരിയാണീന് അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ചേർത്തിട്ട് അത് വരും കാലഘട്ടത്തിൽ. ഓരോ കാലഘട്ടം മാറുമ്പോൾ അതിന് പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഓരോന്ന് കൂട്ടിച്ചേർക്കുക, ചിലതൊക്കെ നമ്മൾ കളയുക, അങ്ങനെ ഉണ്ടാവും. പണ്ടൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ സദ്യയ്ക്ക് ഇലയിൽ പഴമൊക്കെ വിളമ്പിരുന്നു, ഇപ്പോൾ അതൊക്കെ പോയി. പഞ്ചസാര വിളമ്പിരുന്നു, അത് പോയി. അങ്ങനെ ഉപ്പ് വിളമ്പിരുന്നു, അത് പോയി. അങ്ങനെയുള്ളതൊക്കെ ഓരോന്ന് പോയി. നെയ്യും പരിപ്പായിരുന്നു. ഇപ്പോൾ
നെയ്യില്ല പരിപ്പ് മാത്രമായി. അപ്പോൾ അങ്ങനെ ഓരോന്ന് പോയി. ഇവിടെയും കുറഞ്ഞിട്ടുണ്ട് പലതും. അതേ പല സദ്യയിലും കിച്ചടി ഇല്ല, ഇപ്പോൾ ഇഞ്ചിത്തൈരില്ല. അപ്പോൾ അങ്ങനെയുള്ള പല ഐറ്റംസും ഒഴിവായി. അത് പറയാൻ പറ്റില്ല, കാലമൊക്കെ മാറുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മളാ മാറ്റത്തിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുക എന്നാണിത്. പണ്ടൊക്കെ പായസം ഇലയ്ക്കകത്ത് ധാരാളം കഴിച്ചിരുന്നു. ഇന്ന് മഷിളക്കിലാണ് കുറച്ച് പായസം കൊടുക്കുന്നത്. ആ കാലഘട്ടമൊക്കെ മാറി. അതുപോലെ ഇവിടെ പല ഐറ്റംസ് വരാം. ചിലത് കൂട്ടിച്ചേർക്കും, ചിലത് കുറയും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ്. ഏതായാലും സദ്യ എന്നുള്ള നിർവചനത്തിൽ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ ഈ ഐറ്റംസ് എല്ലാവരും കൂടി ചേരണം. അതല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കഞ്ഞിയും പയറും കഴിക്കുക അതല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചാൽ അത് സദ്യ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ടിഫിൻ ആവാം, ഇഡ്ഡലി സാമ്പാർ, അതുപോലെ വെള്ളയപ്പം, പല വിധത്തിലുള്ള ഉഴുന്നുവട അല്ലെങ്കിൽ റോസ്റ്റ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ആ ഒരറ്റം മുതൽ ഒരറ്റം വരെ നിറയെ സാധനങ്ങളുണ്ടാവും. ഇതെല്ലാം ആരെങ്കിലും കഴിക്കും. അപ്പോൾ വേണ്ടവർ വേണ്ട സാധനങ്ങൾ കഴിക്കും. അതേപോലെ നോണ്ട ഭാഗത്ത് ചെന്നാൽ ഒരു തലയ്ക്ക് നിന്ന് മറ്റേ തല വരെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ ആന കരിമ്പും തോട്ടത്തിൽ കയറുമല്ലേ, കഴിക്കണവർക്ക് അങ്ങോട്ട് കഴിയുമ്പോൾ കൺഫ്യൂഷനാവും, ഏത് കഴിക്കണം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ളത് കഴിക്കുക, ആവശ്യമില്ലാത്തത് കഴിക്കില്ല. അതുപോലെ തന്നെയാണ് സദ്യയിൽ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എല്ലാം ഇലയിൽ വിളമ്പിപ്പോവും. ആ വിളമ്പിപ്പോയി കഴിയുമ്പോൾ അല്ലാണ്ട് നമുക്ക് ഈ കാറ്ററിംഗ് പോലെ എടുത്ത് കഴിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. എന്താ വെച്ചാൽ അതിന് തന്നെ കുറേ ഇത് വേണം, ഇല വേണം, അതൊക്കെ അങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനാണ് ടേബിളിലിട്ട് ഇലയിൽ കൊടുക്കുന്നത്. ഒരു കാലത്ത് ഞാൻ പത്രത്തിലും ചില ആർട്ടിക്കിൾസൊക്കെ വായിച്ചതാണ്. ലോകത്ത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആഹാരവും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും മലയാളികളുടെ സദ്യയാണെന്ന്. സദ്യ എന്ന് തന്നെ അവർ എഴുതുന്നത്, സദ്യയാണെന്ന്. പക്ഷെ അത് സ്റ്റാർ ഹോട്ടലിലോ മറ്റിടത്തൊക്കെ നടത്താത്ത എന്താ വെച്ചാൽ അത് പ്രാവർത്തികമാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് അതിനെപ്പറ്റി എഴുതിയേക്കണ പറഞ്ഞു. കാരണം നമുക്ക് ഇല വച്ച് അതിലിങ്ങനെ ഓരോ ഐറ്റംസ് വിളമ്പി ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുണ്ടാക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമുക്ക് ഔട്ട് ഓഫ് ഫാഷനായത്. ഇന്നിപ്പോൾ പലയിടത്തും അതില്ല, മാറിക്കഴിഞ്ഞങ്ങളാണ്. അപ്പോൾ ഇത് ബുദ്ധിമുട്ടുകൊണ്ട് ഇത് ഇങ്ങനെയായി. അപ്പോൾ കാലക്രമത്തിൽ ചിലപ്പോൾ ഇതൊക്കെ പോയേ വരും. ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഇനി പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം.